ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നു. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ഉപ്പപ്പാൻ്റെ വാഴത്തോട്ടമാണ്, അഥവാ പച്ചക്കറി തോട്ടം. പച്ചക്കറി ഉണ്ട് ഇപ്പോൾ അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് പച്ചക്കറി തോട്ടത്തിൽ പോവാം. പാപ്പു ആവാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ ഇറങ്ങാണ്. കണ്ടോ, കൈപ്പയ്ക്ക, നമ്മുടെ ഇവിടെ കൈപ്പയ്ക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ? ഞങ്ങളുടെ ഇവിടെ ഉണ്ടല്ലോ ഇതിന്റെ പേരെന്താണെന്ന് അറിയോ? കൈപ്പയ്ക്ക. നിങ്ങളൊക്കെ നാട്ടിലെന്താ പറയാ? പാവയ്ക്കാണോ? അത് വേറെ വല്ല പേരാണ്. ആണോ? നല്ല പച്ച പിടിച്ച പന്ത്, നല്ല രസമുണ്ട് ഇല്ലേ? ഇത് വെണ്ടക്ക ചെടിയാണ്. എൻ്റെ മൂത്താപ്പ അതൊന്ന് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കൈപ്പയ്ക്ക. പിന്നെ ഞങ്ങളെ ഷോർട്സിനുണ്ടല്ലോ ചെറിയ വാഴകൾ ഇട്ടുണ്ടായി. ഇപ്പൊ ഒക്കെ വളർന്ന് ഇത്ര വലുതായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം അത്ര ഹൈറ്റ് ഉണ്ടായത് ഇപ്പൊ എന്നെ അത്ര നല്ല ഹൈറ്റ്. വേറെ കാര്യം, എല്ലാവരും എന്താ വീഡിയോ കാണുന്നു മാത്രമേ ഉള്ളൂ, സബ്സ്ക്രൈബ് ലൈക്കൊന്നും ഇല്ലേ? ഞങ്ങൾക്ക് സബ്സ്ക്രൈബൊക്കെ അങ്ങനെ നിൽക്കുക, കൂടണ പോലും ഇല്ല. ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പ്ലീസ്. പിന്നെ ഇതാ മഞ്ഞളുണ്ട്, ചേമ്പുണ്ട്, ചീരണ്ട്, മുളക്, വെണ്ടയ്ക്ക, കുമ്പളങ്ങ. മൂത്താപ്പ അവിടെ എത്തിയിട്ടുണ്ട്. കുമ്പളങ്ങ, ഇത് കൈപ്പയ്ക്ക. കുറച്ച് കൈപ്പയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതാ ചെറിയ കൈപ്പയ്ക്ക, വഴിക്ക് വീഴും ചെയ്യും. നല്ല വെള്ളം. ഇത് ഈ കൈപ്പയ്ക്ക് വരണ ഈ വണ്ടുകളൊക്കെ ഇല്ലേ, പെസ്റ്റിസൈഡ്സ്, അതിന് ഒരു കുപ്പിയിൽ എന്തോ ഒരു സാധനം കെട്ടിയിട്ട് വെച്ചേക്കാണ് വാപ്പ. അതിങ്ങനെ വെച്ചാൽ വണ്ടുകളൊക്കെ ഇതിലേക്ക് ആകർഷിക്കും, പ്രാണികളൊക്കെ. ഇങ്ങനെ പ്രാണികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടിയും ചാവും. എന്താ പിന്നെ അവിടെ ഉണ്ട്, ഇവിടെ ഒരു വലുതാ മണ്ണുള്ളതാ. കണ്ടോ വണ്ടുകൾ? ഇതാണ് ശരിക്കട്ടെ. ഇതാണ് ശരിക്കട്ടെ. അതൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാ വണ്ടുകൾ. കണ്ടോ വണ്ടുകൾ പച്ച നിറമായിരിക്കും. പിന്നെ ഞങ്ങൾ കെട്ടിയ കോലം കണ്ടോ? കോലം മയിലുകളും പൂജകളൊക്കെ വരണ്ടിരിക്കാൻ വെച്ചതാ. കണ്ടോ കോലം? വലിയ കൈപ്പയ്ക്ക അല്ലേ? പൊട്ടിക്കാറായിട്ടുണ്ട്. ഇത് പൊട്ടിക്കാറായിട്ടുണ്ട് കേട്ടോ. ഇതൊരു മീൻകുഴിയായിരുന്നു. ഞാനതിൽ മീനൊക്കെ വളർത്തിണ്ടായി. ഇത്ര പോകുന്ന ബ്രാലൊക്കെ ഉണ്ടായി. അതൊക്കെ ഞങ്ങൾ വറുത്ത് തിന്നു. എന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു വാഴ വെച്ചിട്ടുണ്ട്, അതും വളർന്നു. വാഴ അന്നവിടെ ഒരു പുളി. ഗൈസ്, ഇതുണ്ടല്ലോ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തക്കാളി ചെടിയായിരുന്നു, തക്കാളി തൈ. അത് ഞങ്ങൾ നട്ടു. അപ്പോൾ വളർന്നു, കുറേ വളർന്നുണ്ട്. പിന്നെ ഇവിടെ കുമ്പളങ്ങിയുണ്ട്, കൊള്ളി. ഞങ്ങളുടെ ഇവിടെ കൊള്ളി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ കപ്പ, മരച്ചീനി, പൂള അങ്ങനെയൊക്കെ പറയും. പല പല നാട്ടിലും പല പല പേരുകളാണ്. കണ്ടോ കുമ്പളങ്ങ പൂവൊക്കെ ഇട്ടുണ്ട്, ഉണ്ടായാൽ മതിയായി. കണ്ടോ കുമ്പളങ്ങ. പിന്നെ താഴത്ത് കൊള്ളിയൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല.
എൻ്റെ കാക്കു അന്ന് അവിടെ പോയിട്ട് വീണ് വന്നിട്ട് കാലിൽ മുറിയായി. എപ്പോഴും ആ പണ്ടുണ്ട് മഴ കനത്തപ്പോഴൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. അത് കാരണം കൊമ്പൊക്കെ മരത്തിൻ്റെ കൊമ്പൊക്കെ ഇങ്ങോട്ട് ഒടിഞ്ഞു വീണു. കാരണം നാശനഷ്ടം. 2 വാഴ ഇങ്ങോട്ട് പോയി. പപ്പാൻ്റെ 2 വാഴ. അപ്പോൾ ഇപ്പോഴും മഴച്ചാറിലാണ് ഞങ്ങളവിടെ. ആ 2 വാഴത്തെ ഒരു വാഴയാണ് ഇത്. പിന്നെ ഇത് അല്ല, ഈ കൊമ്പ് വീണിട്ട് പോയതാ. മഴയത്ത് കാറ്റത്തെ ഒരുക്കത്തെ പോകാം. ഇനി ഇതൊരുവിധം ആയിട്ട് വീഡിയോസ്. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഈ വാഴക്കൃഷിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ ചൊറിയണല്ലേ, ആ മേത്ത് തട്ടിയ ചൊറിയണല്ല, അതുകൊണ്ട് നിങ്ങൾ കറി വയ്ക്കും ഇല്ലല്ലോ? പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കറി വയ്ക്കും. ഞാൻ കൂട്ടില്ലേ എൻ്റെ ഈ ചൊറിയലുണ്ടല്ലോ, മേത്ത് തട്ടിയ നല്ല ചൊറിയും. ഈ സാധനം കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ കറിയോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കോ? ഇല്ലല്ലോ. ഇവിടെ ഞങ്ങളിവിടെ കറി ഉപ്പേരിയൊക്കെ വയ്ക്കും. എൻ്റെ വിചാരം എന്താണെന്നറിയോ, ഇതേ നാക്കിൽ തട്ടിയ ചൊറിയുന്നു, അതാണ് ഞാൻ തിന്നില്ല. പിന്നെ അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ഇവിടെ ഓറഞ്ച് അലേർട്ടാണ് തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആവാൻ പോവാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വീഡിയോ ഇറക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിച്ചു. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ശരി, ടാറ്റാ. ടാറ്റാ. ഞാൻ കഴിച്ചു.